നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ നിലവിൽ ഇൻസ്റ്റയിൽ ഒരുപക്ഷെ ഈ ഒരു BGM കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഇതുപോലെയുള്ള ചില വെറൈറ്റി BGM നോക്കാം. ആദ്യം നമുക്ക് ചില വെറൈറ്റി ആയ ടെറർ BGMകൾ നോക്കാം. ആദ്യത്തേത് ഫാൻറ്റം എന്ന സിനിമയിലെ മനോജ് കെ ജയന്റെ BGM ആണ്. അടുത്തത് മമ്മൂക്കയുടെ ബ്ലാക്ക് എന്ന സിനിമയിലെ ലാലിന്റെ ഈ ഒരു BGM ആണ്. വെറൈറ്റി ആയ അല്പം ടെററായ ഒരു BGM ആണ്. അടുത്തത് തുറുപ്പുകുലാൻ സിനിമയിലെ ഗവാൻ ജോസഫ് എന്ന ഈ ഒരു ക്യാരക്ടറിന്റെ BGM ആണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ നമ്മൾ കേൾക്കുന്ന ഈ ലിസ്റ്റിലെ പല BGMഉം നിങ്ങൾക്ക് എവിടെയോ കേട്ടതുപോലെ തോന്നും. എന്നാൽ നിങ്ങൾ ഈ പല സിനിമകളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ BGMകൾ കേട്ടതെന്നാൽ നിലവിൽ ഇപ്പോൾ പല സീരിയലുകളും ഇങ്ങനെയുള്ള പഴയ സിനിമകളുടെ BGM യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് ഈ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എന്തായാലും അറിയാം. അടുത്ത കാലത്ത് ഇൻസ്റ്റയിൽ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിരുന്നു. നിനക്ക് അത്രയ്ക്ക് ധൈര്യോ? നീ എസ് ആയില്ലേ? ഇതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിന്റെ താടി വെച്ച ഈ ഒരു ലുക്ക് പല മെമ്മകളിലും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു ക്യാരക്ടറിന് ഒരു പ്രത്യേക BGM ഉണ്ട്. അടുത്തത് നമ്മുടെ ദുബായ് ജോസ് ആണ്. ദുബായ് ജോസിന്റെ ഡയലോഗ് അടുത്ത കാലത്ത് ഇൻസ്റ്റയിൽ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിരുന്നു. എന്നാൽ ഒരു അണ്ടർറേറ്റഡ് ആയ ഒരു പ്രത്യേക BGM ദുബായ് ജോസിനുണ്ടായിരുന്നു. ഇതേതാ ഒരു പുതിയ ഇറക്കുമതി? അടുത്തത് വെള്ളി നക്ഷത്ര സിനിമയിലെ സിദ്ദിഖിന്റെ ക്യാരക്ടറാണ്. എന്തേ പറയുന്നത്? ഈ കുവൈറ്റിൽ എവിടെ സർപ്പക്കാവ്? എന്ത് പറ്റി മഹി? ഒരു ഹൊററായ ഒരു ടെറർ BGM ആണ് ഈ ഒരു ക്യാരക്ടറിനുള്ളത്. എന്ത് പറ്റി മഹി? അടുത്തത് നമ്മുടെ വാസു അണ്ണനാണ്. വാസു അണ്ണന്റെ കാര്യം പിന്നെ പറയേ വേണ്ട, എപ്പോഴും ഇൻസ്റ്റയിൽ കാണും. വാസു അണ്ണന്റെ ആ ഒരു ലുക്കും ആ ഒരു BGM കൂടി ആയപ്പോൾ വളരെ ടെററായിരുന്നു. പക്ഷെ നിലവിൽ വാസു അണ്ണൻ ഒരു ട്രോൾ മെറ്റീരിയലാണ്. അടുത്തത് ബാബു ആന്റണിയുടെ വിക്രം ഭായ് ക്യാരക്ടറിന്റെ ഒരു വെറൈറ്റി ആയ ഇൻട്രോ BGM ആണ്. വളരെ ഡിഫറെന്റ് ആയി ഒരു വെസ്റ്റേൺ മ്യൂസിക് ആയിരുന്നു. വിക്രം ഭായ് ഭായ് he is വിക്രം ഭായ്. അടുത്തത് ഒരു ഹീറോയിൻ ഇൻട്രോ BGM ആണ്. മിസ് വേണി വാര്യർ. അടുത്തത് റിയാസ് ഖാനാണ്. ഒട്ടുമിക്ക സിനിമയിലും റിയാസ് ഖാൻ ഒരു വില്ലനാണ്. ഇതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ വെറൈറ്റി BGMകൾ കാണും. അടുത്തത് തൊമ്മനും മക്കളും സിനിമയിലെ വില്ലന്റെ ഒരു ഇൻട്രോ മ്യൂസിക്കാണ്. അടുത്തത് ലാലു അലക്സിന്റെ ഒരു പ്രത്യേക BGM ആണ്. അടുത്തത് കന്മത സിനിമയിലെ ലാലിന്റെ BGM ആണ്.
അടുത്തത് കൊച്ചി രാജാവ് സിനിമയിലെ ഈ ഒരു വില്ലന്റെ ബിജിഎമാണ്. അടുത്തത് ഒരു സീരിയലാണ്. പരസ്പരം സീരിയലിന് വളരെ വെറൈറ്റിയായ ഈ ഒരു ബിജിഎം. ഇവർ രണ്ടാളും സെപ്പറേറ്റ് കിടന്നോട്ടെ. നിങ്ങളല്ലല്ലോ പണം മുടക്കുന്നത്, എന്റെ മോനല്ലേ. ഇതുപോലെ തന്നെ ചന്ദനമഴ സീരിയലിൽ ഒരു വെറൈറ്റി ബിജിഎം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചാൽ ആകാശടിഞ്ഞു വീഴുവോ? അടുത്തത് നമ്മുടെ അന്യൻ സിനിമയാണ്. അന്യൻ സിനിമയുടെ ഡയറക്ടർ നമുക്കറിയാം ശങ്കറാണ്. ശങ്കർ മെയിനായി AR റഹ്മാനെ വെച്ചായിരുന്നു മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. പക്ഷെ അന്യൻ ടൈമിൽ AR റഹ്മാന്റെ ഡേറ്റ് കിട്ടിയിട്ട് ഇതുകൊണ്ട് ശങ്കർ ഒരു വെറൈറ്റിക്ക് വേണ്ടി ആ ഒരു ടൈമിൽ തന്നെ ട്രെൻഡിങ് ആയ മറ്റൊരു മ്യൂസിക് ഡയറക്ടറായ ഹാരിസ് ജയരാജിനെ വിളിച്ചു. ഇങ്ങനെയാണ് അന്യന്റെയും അമ്പിയുടെയും ഐക്കോണിക് ബിജിഎം ഉണ്ടായത്. നിലവിൽ ശങ്കർ അനിരുദ്ധിനെയും ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിജിഎം ഉറപ്പായി കമന്റ് ചെയ്യുക.